മലബാർ സ്വാതന്ത്ര്യ സമരത്തിന്റെ 100ാം വാർഷികം അനുസ്മരിക്കുന്ന വേളയിൽ മലബാറിലെ ധീരദേശാഭിമാനി വാരിയംകുന്നന്റെ ജീവിത ചരിത്രം ആധാരമാക്കി കോമ്പസ് മൂവീസാണ് 2020 സിനിമാ പ്രഖ്യാപനവുമായി മുന്നോട്ടു വന്നത്. മലയാള സിനിമയിലെ പ്രമുഖ നടൻ പൃഥ്വിരാജ് വാരിയൻകുന്നന്റെ വേഷം ചെയ്യുമ്പോൾ പ്രമുഖ സംവിധായകൻ ആഷിഖ് അബുവിന്റെ മേൽനോട്ടത്തിലായിരിക്കും സിനിമ പുറത്തിറങ്ങുക എന്നായിരുന്നു കോമ്പസ് മൂവീസിന്റെ അറിയിപ്പ്. വർത്തമാന രാഷ്ട്രീയ സാഹചര്യത്തിൽ നേരിന്റെ ശബ്ദം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വന്ന ഇരുവർക്കും സുമനസ്സുകളുടെ അഭിനന്ദന പ്രവാഹം ലഭിച്ചതോടൊപ്പം തന്നെ വ്യാപകമായ സൈബർ ആക്രമണത്തിനും ഇരുവരും വിധേയമായിരുന്നു. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയും കുടിയാന്മാരെ ചൂഷണം ചെയ്യുന്ന ജന്മിമാർക്കെതിരെയും സമരം ചെയ്ത മലബാറിലെ ധീരദേശാഭിമാനി വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ഒരു നൂറ്റാണ്ടിനു ശേഷവും സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാതി മത വ്യത്യാസ ഭേദമന്യേ ജനങ്ങളെ അണിനിരത്തി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയ അദ്ദേഹത്തെയും കൂട്ടാളികളെയും വെടിവെച്ചു കൊല്ലുകയോ ചതിയിലൂടെ പിടികൂടി ഇല്ലാതാക്കുകയോയാണ് വൈദേശികർ ചെയ്തത്. അക്കാലത്തെ സമ്പൽ സമൃദ്ധമായ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം വ്യാപാരത്തിലും കുടുംബകാര്യങ്ങളിലും ഒതുങ്ങിക്കൂടുന്നതിന് പകരം പിതാവിനെ പോലെ പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതാൻ ഇറങ്ങി. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏടുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട അദ്ദേഹത്തിന്റെ ചരിത്രം ഒരു നൂറ്റാണ്ടിനു ശേഷവും വെള്ളിനക്ഷത്രം പോലെ തിളങ്ങി നിൽക്കുന്നത്. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിലായി കേന്ദ്ര സർക്കാർ മലബാറിലെ സ്വാതന്ത്ര്യ സമര സേനാനികളടക്കം 300-ൽ പരം ആളുകളുടെ പേരുകൾ നീക്കം ചെയ്തിരുന്നു. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് പല മേഖലകളിൽ നിന്നും ഉയർന്നു വന്നത്. കേരള നിയമസഭാ സ്പീക്കർ ശ്രീമാൻ MP രാജേഷ് കടുത്ത ഭാഷയിലാണ് ഇതിനെ വിമർശിച്ചത്. അതുപോലെ തന്നെ വാരിയംകുന്നനും ആലി മുസ്ലിയാരും കോൺഗ്രസുകാരാണെന്ന് ആണയിട്ട് പറഞ്ഞുകൊണ്ടാണ് നിയുക്ത മലപ്പുറം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് പ്രതികരിച്ചത്. എന്നാൽ നടൻ പൃഥ്വിരാജും സംവിധായകൻ ആഷിഖ് അബുവും കേരളക്കരയാകെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ അടുത്ത ദിവസം സിനിമയിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ചത്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പിന്മാറ്റം ചരിത്രത്തോടുള്ള അവഗണനയാണെന്ന് പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ കോമ്പസ് മൂവീസ് തങ്ങളുടെ പ്രൊജക്ട് മികച്ച കലാമികവോടെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ്. ഇതിനിടെ വിവിധ കോണുകളിൽ നിന്നും മികവുറ്റ ധാരാളം പ്രതിഭകൾ വ്യത്യസ്ത നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. മലയാളികളുടെ ആക്ഷൻ ഹീറോ ബാബു ആന്റണിയെ നായകനാക്കി ഉമർ ലുലുവും അഭിനയിക്കാൻ ആളുണ്ടെങ്കിൽ കാശ് മുടക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് ഷാഫി ചാലിയവും രംഗത്ത് വന്നിട്ടുണ്ട്. ടർക്കിഷ് ടെലിവിഷൻ പരമ്പരയായ എർത്തുറുൽ ഗാസിയിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ എൻജിൻ അൽത്താൻ ഡുസിയാന്താനെ നായകനാക്കി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഗർജിക്കുന്ന സിംഹങ്ങളെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തണമെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്.